നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ചെമ്പരത്തിയെക്കുറിച്ചാണ്. അത്തപ്പൂക്കളം മുതൽ ഔഷധ സസ്യം വരെയുള്ള മലയാളിയുടെ സംസ്കാരത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നതാണ് ചെമ്പരത്തി. മുടിയുടെ കറുപ്പ് നിറം കൂട്ടുവാനും മുടിയുടെ ആരോഗ്യത്തിനും ചെമ്പരത്തി താളിയായി ഉപയോഗിക്കുന്നത് പണ്ട് മുതലേ സുപരിചിതമാണ്. ഇതിനു പുറമെ സ്ത്രീകൾക്ക് താൽക്കാലികമായി ഗർഭനിരോധന ശേഷി നൽകുവാനും ചെമ്പരത്തിക്ക് കഴിവുണ്ട്. മാൽവേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഹിബിസ്കസ് റോസ സൈനസിസ് എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ജപപുഷ്പ, ഓഡ്രപുഷ്പി, രാഗപുഷ്പി എന്നൊക്കെ നാമധേയങ്ങളുണ്ട്. ഇന്ത്യയിലുടനീളം കണ്ടുവരുന്ന വൃക്ഷ സ്വഭാവമുള്ള കുറ്റിച്ചെടിയാണ് ചെമ്പരത്തി. ഏകദേശം 4 മീറ്റർ വരെ ഉയരത്തിലാണ് ഇത് വളരാറുള്ളത്. ഇതിൻ്റെ ഇലയ്ക്ക് ഏകദേശം 3 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളമാണുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏത് കാലാവസ്ഥയിലാണെങ്കിലും ഇതിൽ പൂക്കളുണ്ടാവും. ഇതിൻ്റെ പൂവിൻ്റെ നിറവ്യത്യാസം അനുസരിച്ചും ആകൃതി അനുസരിച്ചും വിവിധ ഇനത്തിലുള്ള ചെമ്പരത്തി ഇന്ന് കണ്ടുവരുന്നു. ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ ഇല, പൂവ്, വേര് ഒക്കെയാണ്. തൈമിൻ, ഫോസ്ഫറസ് തുടങ്ങിയ രാസഘടകങ്ങളാണ് ഇതിൽ കണ്ടുവരുന്നത്. ഇതിൻ്റെ ഔഷധ മൂല്യത്തെക്കുറിച്ച് നമ്മുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും കുട്ടികളെ തേപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഈ ചൊറി ചരങ്ങുകൾക്ക്, ഈ തലയിലുണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചൊറി ചരങ്ങ്, ശരീരത്തിലുണ്ടാകുന്ന ചൊറി ചരങ്ങുകൾക്കൊക്കെ ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കി പ്രയോഗിക്കുന്ന ഒരു ഔഷധമാണ് ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ. അത് ചെമ്പരത്തിയുടെ ഈ പൂവും ഇലയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ വെറുതെ മൂപ്പിച്ച് തേപ്പിച്ച് കഴിഞ്ഞാൽ ചൊറി ചരങ്ങ് വളരെ പെട്ടെന്ന് കുറയും. പിന്നെ അതിൻ്റെ ഒരു ഉപയോഗം, ഈ ചെമ്പരത്തിയുടെ ഈ പൂവും ഇലയും കൂടിയിട്ട് അതിൻ്റെ സ്വരസം എടുത്തിട്ട് ലേശം ശർക്കര ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ രക്തസ്രാവം ശമിക്കും. അതതിൻ്റെ ആ ചുവന്ന പൂവുള്ളത് വേണം. ചെമ്പരത്തി പല കളറുകളുണ്ടെങ്കിൽ ചുവന്ന പൂവിനാണ് അതിൻ്റെ ആ രക്തത്തെ സ്തംഭിപ്പിക്കാനുള്ള കഴിവുള്ളത്. പിന്നെ ഈ ചെമ്പരത്തി ഇത് പറഞ്ഞു വേറൊരു ഔഷധമുള്ളത് ഈ സ്ത്രീകൾക്ക് ഗർഭനിരോധനത്തിനായി പണ്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് ഈ സ്ത്രീകളുടെ ഏറ്റവും ഉപയോഗപ്രദമായി താളിയായിരുന്നു ഈ ചെമ്പരത്തി താളി തേക്കുക എന്നുള്ളതാണ് പണ്ടത്തെ ചടങ്ങ്. എണ്ണ വെറും നല്ലെണ്ണ തേച്ച് ഈ ചെമ്പരത്തിയുടെ ഇല അരച്ചിട്ട് ഒരു കൊഴുപ്പ് പോലെ എടുത്തിട്ട് അതിട്ട് താളി തേച്ച് കഴിഞ്ഞാൽ അത് ആ തലയിലുണ്ടാകുന്ന ചളി, ചരങ്ങ്, കൃമി, പേന്തൊക്കെ പോവും. മാത്രമല്ല ഈ ചെമ്പരത്തിയിൽ ഒരു സാപ്പോണിൻ എന്നൊരു സാധനം ഉണ്ട്. അതൊരു പതയുണ്ടാക്കുന്ന സാധനമാണ്. അത് വെള്ളിയിലുണ്ട്. ഇത് രണ്ടും ഇട്ട് തേച്ച് കഴിഞ്ഞാൽ തല വളരെ കൃത്യമായിട്ട് ശുദ്ധിയായിട്ട് വൃത്തിയായിട്ടിരിക്കും. പിന്നെ ചെമ്പരത്തിയെ പറ്റി പറയുകയാണെങ്കിൽ ചെമ്പരത്തിയുടെ പൂവ് അത് ഇടിച്ച് പിഴിഞ്ഞ് ഒരു നീരാക്കിയിട്ടൊരു രസം പോലെയോ അല്ലെങ്കിൽ ഒരു സ്ക്വാഷ് പോലെയോ ആക്കിയിട്ട് നമ്മുടെ സ്വാദിനനുസരിച്ച് ശർക്കരയോ കൽക്കണ്ടോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഉപ്പ് അങ്ങനെ ചേർത്ത് ദിവസം 1 ഗ്ലാസ് കഴിച്ചാൽ ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന ക്ഷീണമൊക്കെ മാറിക്കിട്ടും. വളരെ നല്ലൊരു പാനീയമാണത്. എനർജി കിട്ടാനുള്ള ഒരു പാനീയമാണത്. Ah